ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റാർ ആണ്. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാർ ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഇത് നമ്മളൊരു പുതിയ സ്റ്റാർ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് പ്ലാസ്റ്റിക്കിന്റെ സ്റ്റാർ ആണ്. ഇത് ഫുള്ളി നമ്മൾ അസംബിൾ ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇത് കണക്കത്തെ 7 പീസുകളാണ് വരുന്നത്. 2, 3, 4, 5, 6, 7 പീസുകളാണ്. ഇതില് ഈ ഒരു ഷൈനിങ് വരുന്ന പോർഷൻ ഒരു സൈഡ് നല്ല ഷൈനിങ്ങും ഒരു സൈഡ് ഇത്തിരി റഫായിട്ടുള്ള ഇതുപോലെയാണ് വരുന്നത്. ഈ റഫായിട്ട് വരുന്ന പോർഷൻ പുറം ഭാഗത്താണ് വരുന്നത്. ഈ പുറം ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ചെറിയൊരു കട്ടിങ് പോലെ വരുന്നത്. അത് നമുക്ക് മടക്കാനുള്ള ഏരിയ ആണ്. ഒരുപാട് പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്തതിനാൽ മൊത്തം പൊട്ടിപ്പോവും. ലൈറ്റായിട്ട് നമ്മൾ മടക്കണം. ഇതേപോലെ 7 നമ്മൾ മടക്കിയെടുക്കണം. 7 നമ്മൾ മടക്കിയെടുത്ത് ഇതേപോലെ. ഇനി എല്ലാത്തിന്റെയും ഈ നടുക്കൂടെ നമുക്ക് സ്ട്രിപ്പ് ഒട്ടിക്കണം. കഴിഞ്ഞ ദിവസം എടുത്ത കൂട്ട് തന്നെ RGB സ്ട്രിപ്പാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സ്ട്രിപ്പ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കണം, ഈ ഒരു ലൈൻ കാണുന്ന ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ അല്ലാതെ നമ്മൾ കട്ട് ചെയ്ത്, കാരണം നമുക്ക് വേണ്ടി ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇങ്ങനെ സ്ട്രിപ്പ് എല്ലാ സ്റ്റാറിന്റെയും ഈ സെന്റർ പോർഷനോട് നമ്മൾ ഒട്ടിച്ചെടുക്കണം. നമ്മൾ ഇതിൽ വയറെല്ലാം സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. പ്ലസും മൈനസും കോമൺ ആയിട്ടാണ്. അതായത് പ്ലസ് 12 വോൾട്ടും ഗ്രൗണ്ടും നമ്മൾ കോമൺ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പോസിറ്റീവ് എല്ലാം നമ്മൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കും, നെഗറ്റീവ് എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കും. ഡേറ്റ വയർ മാത്രം ഈ ആരോനെ ഫോളോ ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. അതായത് ഈ എൻഡിന്ന് അടുത്ത ആരോ സ്റ്റാർട്ടിങ്ങിലേക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്ത് 7 എണ്ണത്തിനും കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഇത് ക്ലോസ് ചെയ്യാം നമുക്ക്. എല്ലാം നമ്മൾ അതേപോലെ തന്നെ മടക്കിയെടുക്കണം. എല്ലാ പോസിറ്റീവും കൂടി ഒരുമിച്ച് കണക്ട് ചെയ്യുക. നല്ലപോലെ ഇൻസുലേഷൻ അടിക്കണം.
സ്റ്റാർ ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി കൺട്രോളർ കണക്ട് ചെയ്യാം. ഇതാണ് അതിന്റെ കൺട്രോളർ. 5 വോൾട്ട് ടു 24 വോൾട്ട് വരെയാണ് കൺട്രോൾ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന 12 വോൾട്ടിന്റെ സ്ട്രിപ്പ് LED കണക്ട് ചെയ്ത് നമുക്ക് പവർ അപ്പ് ചെയ്യാം. 12 വോൾട്ട് 2 ആംപിയർ ആണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. ഇത് കാണുന്ന QR കോഡ് നമുക്ക് ഗൂഗിൾ ലെൻസിൽ സ്കാൻ ചെയ്യുമ്പോഴേക്കും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നേരെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ലോഗിൻ ആയിട്ട് ചോദിക്കും. നമുക്ക് ഗസ്റ്റ് ആയിട്ട് തന്നെ ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. അക്കൗണ്ട് ക്രിയേറ്റ് ആവണമെന്നില്ല. ആഡ് ഡിവൈസ് കൊടുക്കുക. ബ്ലൂടൂത്ത് ഓൺ ചെയ്യണം ആദ്യം. അപ്പോഴേക്കും നമ്മുടെ കൺട്രോളറിന്റെ പേര് ഇവിടെ കാണിക്കും. സെലക്ട് ചെയ്യുക. ഇത് കണക്കൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. കളർ ചേഞ്ചസ് ചെയ്യാനും ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും നമുക്ക് സാധിക്കും. ഞാൻ മെറ്റീരിയൽ വാങ്ങിച്ച ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അവരിൽ വേറെയും മോഡൽ സ്റ്റാർസ് ഉണ്ട്. അതിന്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ്. താങ്ക് യു.